ദൈവമേ, ഞങ്ങൾ അങ്ങയെ മഹത്വപ്പെടുത്തുന്ന കർത്താവേ, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സമയത്ത് ദൈവം എത്തിയിട്ടുണ്ട്. നിനക്ക് വേണ്ടി മുറിവേറ്റ ഈശോ നഗ്നനായി തീർന്നത് നിനക്ക് വേണ്ടിയാ. കുരിശിൽ മരിച്ചത് നിനക്ക് വേണ്ടിയാ. ദൈവത്തിന്റെ അനുഗ്രഹിക്കട്ടെ, ദൈവം നിന്നെ അഭിഷേകം ചെയ്യട്ടെ. കൃപ ചൊല്ലണേ എന്ന് പ്രാർത്ഥിക്കാൻ ഈ സമയം കൈകൾ കൂപ്പി അങ്ങനെ വളർച്ച പ്രാർത്ഥിക്കട്ടെ. കുരിശിൽ മരിച്ചതോ നഗ്നനായി തീർന്നതോ ഞാൻ പാപം വഴിയാനായിട്ടാണ്. എനിക്ക് വേണ്ടി മരിച്ചൊരു ദൈവം. കുഞ്ഞുമക്കളെ, നിങ്ങളെ ഈശോ ഇത്രമാത്രം സ്നേഹിക്കുക. ഈശോയുടെ കുഞ്ഞായി വളരാൻ നിന്നെ ദൈവം ഇവിടെ കൊണ്ടുവന്നിരിക്കുക. അതിനുവേണ്ടി സഹകരിച്ച ഈ ജീസസ് യൂത്തിലെ എല്ലാ ദൈവമക്കൾക്കും ഞാൻ ആത്മാർത്ഥമായിട്ട് നന്ദി പറയാം. ഈശോയെ, അവര് ചെയ്തതിന്റെ പ്രതിഫലം നീ അവർക്ക് കൊടുക്കുന്നുണ്ട് കർത്താവ്. നിന്റെ മക്കളെ മറ്റൊരു ലാഭം വെച്ചിക്കാതെ അനേകം വൈദികരും സിസ്റ്റേഴ്സും അൽമായ സുഹൃത്തുക്കളും സ്റ്റുഡൻസും ഒക്കെ നിന്റെ മക്കള് ഇതാ നിന്നിലേക്ക് വരാൻ വേണ്ടി അവരൊത്തിരി നാളുകളായിട്ട് പാടുപെട്ടു. ഈശോയെ, ഞാൻ അവർക്ക് വേണ്ടി പതിയെ പ്രാർത്ഥിക്കുന്ന ദൈവമേ. അതുപോലെ ഈ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. അപ്പനിലൂടെ ലഭിക്കേണ്ട സ്നേഹം കിട്ടിയില്ല, അമ്മയിലൂടെ ലഭിക്കേണ്ട സ്നേഹം ലഭിച്ചില്ല. ഒരുപക്ഷെ മദ്യപാനിയായ അപ്പൻ, കുടിച്ചു വരുന്ന പപ്പ, അമ്മയുമായിട്ട് എന്നും വഴക്ക്. എൻ്റെ മമ്മയിരുന്ന് കരയുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഈശോയെ, ഇന്നെനിക്ക് പപ്പനെ സ്നേഹിക്കാൻ പറ്റണില്ല. എപ്പോഴും ഒരു നിസ്സംഗത, എപ്പോഴും ഒരു അസ്വസ്ഥത. എനിക്ക് നഷ്ടപ്പെട്ട സ്നേഹം നീ തരണ ദൈവമേ, എനിക്ക് നഷ്ടപ്പെട്ട സ്നേഹം നീ തരണ ഈശോയെ. ദൈവത്തോട് നന്ദി പറയട്ടെ. ഇന്നലകൾ തന്ന വേദനകൾ നീ സ്നേഹമാണെന്ന് അറിഞ്ഞില്ല ദൈവമേ. കരഞ്ഞവളെ കിടന്ന് കർത്താവിന് സമർപ്പിക്കാൻ നിങ്ങളുടെ പഠിപ്പിന് സമർപ്പിച്ച്
എൻ്റെ പൊന്നുമോൾ എന്തിനടി കരഞ്ഞ്? എന്താ നിന്റെ കുഞ്ഞു മനസ്സിന്റെ വേദന? എന്താ നിന്റെ ദുഃഖം? എല്ലാം ഈശോയ്ക്ക് കൊടുത്ത് ഈശോട് സംസാരിച്ച് 94-ാം സങ്കീർത്തനം 9-ാമത്തെ തിരുവചനം, കണ്ണ് നൽകിയ ഞാൻ കാണുന്നില്ലെന്നോ, ചെവി നൽകിയ ഞാൻ കേൾക്കുന്നില്ലെന്നോ? ഈശോ എല്ലാം കാണുന്നുണ്ട് മക്കളെ, ഈശോ എല്ലാം കേൾക്കുന്നുണ്ട്. എൻ്റെ മക്കള് തമ്പുരാന്റെ മുമ്പിലാണ് മുട്ടുകുത്തിയിരിക്കുന്നത്, കർത്താവിന്റെ മുമ്പിലാ ഭൂമിയോളം താന്ന് പ്രാർത്ഥിക്കുന്ന. പപ്പ രോഗിയാണോ? നിന്റെ മമ്മി രോഗിയാണോ? ബന്ധുക്കൾ ആരുമില്ലേ? അവരവിടെ ബിസിനസ് തകർന്നോ? ഞങ്ങളുടെ കുടുംബത്തിൽ എന്തൊക്കെയോ കുറവായിപ്പോയ എന്റെ അമ്മക്ക് അറിയാത്ത രാത്രികളില്ല. തമ്പുരാനെ, ഞാൻ നിന്റെ മുമ്പില് ഒരു മോളെ പ്രാർത്ഥിക്കുക. നീ പറഞ്ഞല്ലോ, നീ യേശുവിനെ വിശ്വസിച്ചാൽ നിന്റെ കുടുംബം മുഴുവൻ രക്ഷപ്പെടുമെന്ന്. ഞാൻ വിശ്വസിക്കുക. ഈ കുഞ്ഞു പ്രായത്തില്, ഈ കൗമാര പ്രായത്തില്, ഈ യൗവന പ്രായത്തില് ഞാൻ വിശ്വസിക്കുക. നീ എന്റെ കുടുംബത്തെ അനുഗ്രഹിക്കണേ എന്ന് പ്രാർത്ഥിക്കട്ടെ ഈ സമയം. യേശുനായകൻ നീ തകർന്നവനാണോ മകനേ, നീ തകർന്നവളാണോ മകനേ? ഞാനുണ്ടടാ നിനക്ക്, എന്റെ മോളുടെ കൂടെ ഞാനുണ്ട്. കൈകളെ കൂപ്പിയിരുന്ന് എല്ലാവരും കണ്ണടച്ചിരുന്ന്, കൈകളെ കൂപ്പി കണ്ണടച്ച് എല്ലാവരും ശാന്തമായിട്ടിരുന്ന്. കുമ്പസാരത്തിലൂടെ കർത്താവിൻ്റെ പാപമെല്ലാം ക്ഷമിച്ചു. ദൈവമേ നന്ദി. ഞാൻ നശിച്ചു പോകേണ്ടതായിരുന്നു. ആ ചീത്ത സൈറ്റുകൾ കണ്ട് എൻ്റെ ഉള്ളിൽ അശുദ്ധി കയറിയിരുന്നു. ദൈവമേ, നിന്റെ തിരിച്ചോര കൊണ്ടൊന്ന് കഴുകന്നെ. ഞാൻ ആ ചീത്ത പാപത്തിൽ പെട്ട് എൻ്റെ ഹൃദയം അശുദ്ധമായി. കുമ്പസാരത്തിലൂടെ നീ എനിക്ക് മോചനം തന്നു. ആ സ്വയംഭോഗത്തിനും ആ ഹോമോസെക്സിനൊക്കെ ആരോപെട്ടുപോയി. ദൈവമേ, കുമ്പസാരത്തിലൂടെ നീ എനിക്കത് മോചനം തന്നു. നന്ദി പറയട്ടെ ഈശോയ്ക്ക്. പാപത്തിൻ്റെ വല്ല മുറിവുണ്ടെങ്കിൽ നീ അത് സൗഖ്യം തരണം ദൈവമേ. അശുദ്ധി കേട്ടു, അശുദ്ധി സംസാരിച്ചു. ഒരുവൻ്റെ ഉള്ളിൽ നിന്ന് പുറപ്പെടുന്നത് അവൻ അശുദ്ധനാക്കുന്ന, അശുദ്ധിയാക്കുന്ന. എൻ്റെ ഉള്ളിൽ നിന്ന് തെറിവാക്ക് വന്നു, ശാപവാക്ക് വന്നു. ഞാനത് കുമ്പസാരിച്ചപ്പോൾ നീ എല്ലാം ക്ഷമിച്ചു. പക്ഷെ ദൈവമേ, ഇനി എൻ്റെ ഉള്ളിൽ പരിശുദ്ധമാക്കണം. എൻ്റെ ഉള്ളിൽ നിന്ന് അശുദ്ധമായ വാക്കുകൾ വരാതിരിക്കട്ടെ കർത്താവേ. ഞാൻ മൂലം എൻ്റെ കുടുംബം രക്ഷ പ്രാപിക്കട്ടെ. ഞാൻ മൂലം എൻ്റെ വീട്ടിൽ സന്തോഷം ഉണ്ടാവട്ടെ. എൻ്റെ അമ്മ സ്ഥിരമായിട്ട് ആവശ്യപ്പെടുന്നത്, നീ പഠിക്കൂട്ട, പഠിക്കടി മോളെ, പഠിച്ചോളാം അമ്മ, ഞാൻ ഇനി ശ്രദ്ധിച്ചോളാം. മൊബൈലിന് അഡിക്റ്റായിരുന്നു അമ്മ, ഞാൻ മൊബൈലിന് അഡിക്റ്റായിരുന്നു യേശുവേ, ഞാൻ നിയന്ത്രിച്ചോളാം. അത് അശുദ്ധമായ ബന്ധം ഉണ്ടായിരുന്നു എനിക്ക് ആരോടോ, ചീത്ത ചാറ്റിങ്, ഞാനത് മാറ്റി കളഞ്ഞോളാന്ന് പറയൂശോട്. കൂട്ടുകാരുമൊത്ത് എന്തെങ്കിലുമൊക്കെ അസ്വസ്ഥതയിൽ ഞാൻ പെട്ടിരുന്നു ദൈവമേ, ഞാനത് മാറ്റിക്കോളാം. എന്നെ നീ വിശുദ്ധനാക്കണേ, എന്നെ ഒരു കൊച്ചു വിശുദ്ധയാക്കണേ ഈശോയെ.
നിന്റെ തിരുച്ചോര കൊണ്ട് എന്നെ കഴുകണേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ച്, തിരുരക്തം കൊണ്ട് എന്നെ കഴുക ദൈവമേ, തിരുരക്ത തുള്ളികളാൽ എന്നെ കഴുകു യേശുവേ. പ്രാർത്ഥിക്ക്. ഈശോയുടെ തിരുച്ചോര നിങ്ങൾ കണ്ടില്ലേ മക്കളെ? സ്റ്റേജില് മുറിവേറ്റ് ശരീരത്തിൽ 1 ഇഞ്ച് സ്ഥലം പോലും ഇല്ല മുറിവേൽക്കാത്തത്. അവർ എന്റെ പുറം മുഴവ് ചാലാക്കി മാറ്റി. എനിക്ക് വേണ്ടി മരിച്ച ഈശോയെ കണ്ടില്ലേ നിങ്ങള്? പാവല്ല ഈശോ. ഞാനൊരു പാപം ചെയ്തപ്പോ എൻ്റെ ഉള്ളിലിരുന്ന് കരഞ്ഞൊരു ദൈവം, ചെയ്യരുത് എന്നും പറഞ്ഞ് വേദനയോടെ പറഞ്ഞൊരു ദൈവം, ഞാൻ കുമ്പസാരിച്ചപ്പോ തുള്ളിച്ചാടിയ ഒരു കർത്താവ്. ഈശോയോട് പറയണം, പാപത്തിന്റെ മുറിവ് എന്നിൽ നിന്ന് മാറ്റണം. എൻ്റെ പാപം ക്ഷമിച്ചു, നീ നന്ദി. പാപത്തിന്റെ മുറിവ് മാറ്റണേ. നിന്റെ തിരിച്ചോര കൊണ്ട് പ്രാർത്ഥിക്കട്ടെ എല്ലാവരും. എത്രയോ ജ്ഞാതമായിരുന്നു രക്ഷയായി നീ വന്നില്ലായിരുന്നെങ്കിലും ജീവിതം കൂലിയായിരുന്നു. ഞാനത്ര നിരാശനായി നിരാശരായിരുന്നു. സോറി ദൈവമേ. നിന്നോട് പറയാം, ആശ്വസിച്ചു മിഴിനീരുമാക്കി സ്നേഹമേ തിരുമാറിയെന്നുകം ചേർത്തു വച്ചു. മനസ്സിന്റെ ഭാരങ്ങൾ ഇറക്കി വച്ചു. നമുക്ക് എല്ലാവർക്കും കരമൊന്ന് ഉയർത്തിപ്പിടിക്കാം, 2 കരങ്ങള്. ഇപ്പൊ ബഹുമാന്യനായ വൈദികൻ നമ്മുടെ അന്നദവെള്ളം തെളിച്ച് വിശുദ്ധീകരിക്കാം. പാപമൊക്കെ മാറി നമ്മുടെ, എന്നാൽ പാപത്തിന്റെ മുറിവ് ഇപ്പൊ മാറട്ടെ. ഈ സമയം തിരുച്ചോര കൊണ്ട് കഴുകു കർത്താവേ, തിരുരക്തം കൊണ്ട് കഴുകു ദൈവമേ, ഞങ്ങളെ വിശുദ്ധീകരിക്കുക യേശുവേ. ഒരു തുള്ളി ഈ അന്നദവെള്ളം നിന്റെ രക്തമായിട്ട് മാറട്ടെ ദൈവമേ. കൃപ ചൊരിയണമേ, എല്ലാവരുടെ മേലും തെളിക്കുക. കൃപ ചൊരി ദൈവമേ, കരുണ വർഷിക്കുക യേശുവേ. ഹല്ലേലൂയ ഹല്ലേലൂയ. ഷിയാലരിയ റബ്ബ മക്കണ്ടറളരിയ നാരസറളരിയ ഷിയാൽ ഷിയാൽ ഷിയാൽ. യേശുവേ, മക്കളെ വിശുദ്ധീകരിക്ക്. കൃപ ചൊരി ദൈവമേ, കരുണ വർഷിക്കുക കർത്താവേ. ആരാധന ആരാധന. തിരുച്ചോര കൊണ്ട് കഴുകട്ടെ, തിരുരക്തം കൊണ്ട് കഴുകപ്പെടട്ടെ. പഠിക്കാനുള്ള ജ്ഞാനം നിറയട്ടെ, ബുദ്ധിയിൽ അന്ധകാരം മാറിപ്പോകട്ടെ, പൈശാചിക ചിന്തകൾ അസ്വസ്ഥകളും വിട്ടുപോകട്ടെ. നസ്രായനായ യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. നിന്റെ മക്കളെ നിരാശയിലേക്ക് നയിക്കുന്ന തളർത്തുന്ന ദുഷ്ടശക്തികള് കുരിശുരൂപത്തിന്റെ അടയാളത്തില് യേശു ക്രിസ്തുവിന്റെ യോഗ്യതയിൽ വിട്ടുപോകാനായിട്ട് ഈ വൈദികനോട് ചേർന്ന് ഞങ്ങൾ കൽപ്പിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. കണ്ണടച്ചോ. ഇപ്പൊ നീ കാണേണ്ടത് നിന്റെ പപ്പനെയാ. ആരുടെയോ പപ്പ മരിച്ചു പോയിട്ടുണ്ടെങ്കിലും കണ്ടോ പൊട്ടോ? നീ സാരല്ല, എൻ്റെ മോള് കണ്ടോ പപ്പനെ? എൻ്റെ മോനിപ്പോ കണ്ടോ? ജീവിച്ചിരിപ്പില്ലേ പപ്പ? വിദേശത്തായിരിക്കാം, എവിടെയായിരിക്കാം.
നിന്റെ പപ്പേനെ നീ കെട്ടിപ്പിടിച്ചിരിക്കുന്നത്. പപ്പ നിന്നെ വേദനിപ്പിച്ചില്ലേ? നിന്നെ ഒത്തിരി അടിച്ചില്ലേ മറ്റുള്ളവരുടെ മുമ്പിൽ വെച്ച്? നിന്നെ ശാപവാക്ക് പറഞ്ഞില്ലേ? നേരെ അവരോടൊന്ന് പറഞ്ഞില്ലേ? നിന്നൊക്കെ എന്തിനാ വളർത്തിണ്ടാക്കണേ? തിന്നാൻ മാത്രമേ കൊള്ളുള്ളൂ. ബന്ധുക്കൾ വന്നപ്പോ അവരുടെ മുമ്പിലും എന്നെ ഒരു വില വെച്ചില്ല. എൻ്റെ കുഞ്ഞു മനസ്സ് വേദനിച്ചു. മറ്റുള്ളവരുടെ മുമ്പിൽ വെച്ച് എന്നെ ശാസിക്കരുത് ഞാൻ പറഞ്ഞിട്ടുണ്ട് പപ്പോട്. കള്ളു കുടിച്ചു വന്ന് എന്നും അമ്മയായിട്ട് വഴക്കാം, പെട്ടെന്ന് പൊട്ടിത്തെറിക്കുക. എന്താ പപ്പ ഇങ്ങനെ? പപ്പ എൻ്റെ മോനെ കെട്ടിപ്പിടിച്ച് പറയാ, എൻ്റെ പൊന്നെ വിഷമിക്കണ്ടടാ, എൻ്റെ മോള് കരയരുത്, പപ്പയ്ക്ക് മാപ്പ് തന്നോളടി. പപ്പയുടെ ഉള്ളിൽ സ്നേഹമുണ്ട്, പക്ഷെ പ്രകടിപ്പിക്കാൻ അറിയില്ലടാ കുട്ട. പാവടി പപ്പ നിന്റെ. എൻ്റെ മോൻ്റെ പപ്പ പാവടാ, സാരമില്ലടാ, അത് ബലഹീനനാ. പപ്പ നിന്നോട് സോറി പറയാ, പൊന്നു ക്ഷമിക്കടാ. പപ്പയോട് ദേഷ്യം തോന്നരുത്, പപ്പയ്ക്ക് ഇഷ്ടാ. സ്നേഹം പ്രകടിപ്പിക്കാൻ അറിയില്ലടി പപ്പയ്ക്ക്. എൻ്റെ പൊന്നന്ന് വിഷമിച്ചൂല്ലേ? എൻ്റെ മോളന്ന് സങ്കടപ്പെട്ടു. പപ്പ നിന്നോട് മാപ്പ് ചോദിക്കുക. നീ പറഞ്ഞ പപ്പയോട് പപ്പ വിഷമിക്കണ്ട പപ്പ, എനിക്കിഷ്ടാ. അനുസരണക്കേട് കാട്ടി ഞാൻ വേദനിപ്പിച്ചിട്ടുണ്ട്. ഞാൻ അന്ന് പപ്പേനെ മനസ്സിലാ തെറി പറഞ്ഞ് ചത്തു പോണില്ലല്ലോ എന്നൊക്കെ പറഞ്ഞു. തെറ്റിപ്പോയി പപ്പ, തെറ്റിപ്പോയി. സ്നേഹിച്ച് എന്നെ വളർത്തിയ എൻ്റെ പപ്പേനെ ഞാൻ ദ്രോഹിച്ചു. ദൈവമേ മാപ്പ് തരണേ. കരഞ്ഞോ? നിന്റെ അപ്പനെ കെട്ടിപ്പിടിച്ച് കരഞ്ഞോ നീ? എൻ്റെ പൊന്നിന്റെ വിഷമം മാറുമ്പോ നിനക്ക് ശക്തി കിട്ടൂടാ. നിന്നെ ദൈവം ഉയർത്തടി മോളെ. ഇപ്പൊ നീ ഏത് നേരം ഡിപ്രഷൻ അല്ലേ, ഏത് നേരം അസ്വസ്ഥല്ല നിന്റെ മനസ്സ്. പഠിക്കാൻ പറ്റണില്ലല്ല, കോൺസെൻട്രേഷൻ കിട്ടണില്ല. അപ്പന് മാപ്പ് കൊടുക്ക, അപ്പനോട് മാപ്പ് ചോദിക്ക്. അപ്പ സോറി അപ്പനെ വേദനിപ്പിച്ചു. കരഞ്ഞോടുന്ന ക്ഷമിച്ചൂന്ന് പറയ, ക്ഷമിച്ചൂന്ന് പറയ, ഒരു വാക്ക് പറയ. പറയും അപ്പ. അപ്പ ക്ഷമിക്കണേ. പൊട്ടിക്കറിഞ്ഞ് പറയണം. എത്ര നാളുണ്ടടി അത്? എത്ര നാളുണ്ട്? കരയണ്ട പപ്പ. മമ്മീനൊന്ന് കണ്ട് അമ്മേനെ കാണുമ്പോ തന്നെ കരച്ചില് വരെ ഷോയ. പാവം അത് ഇടയ്ക്കിടയ്ക്കിരുന്ന് കരയും. എന്നെ വിളിച്ചിട്ട് എന്നോട് എന്തെങ്കിലും പറഞ്ഞ് ചെയ്തില്ലെങ്കിൽ അന്ന് ഞാൻ പറഞ്ഞു അമ്മയ്ക്ക് എന്നെ ഇഷ്ടമില്ലാലെന്ന്. അമ്മ എങ്ങനെയാണോ നിന്നോട് പറയാത്? എങ്ങനെ നിന്നോട് തെളിയിക്കാം മമ്മിക്ക് നിന്നെ ഇഷ്ടാന്ന്? മമ്മി ജീവിക്കുന്നത് തന്നെ എൻ്റെ മോന് വേണ്ടിയാടാ, എൻ്റെ മോൾക്ക് വേണ്ടിയാ. അമ്മ പറയാ, എൻ്റെ പൊന്നോ അമ്മ മാത്രം നിന്നെ വേദനിപ്പിച്ചു അല്ലേ? എൻ്റെ മോൻ നന്നാവാനാടാ. എൻ്റെ മോൻ നന്നായി പഠിച്ചു വരണം, എൻ്റെ മോള് നന്നായി പഠിച്ചു വരണം. എത്ര നാള് പപ്പി മമ്മി ഉണ്ടാവൂടാ? അതുകൊണ്ടാണ് എൻ്റെ മോളെ ഞാൻ വേദനിപ്പിച്ച. മമ്മിക്ക് ഇഷ്ടടാ. എൻ്റെ മോനന്ന് ചീത്ത പറഞ്ഞപ്പോ അമ്മ പശ്ചാത്തപിച്ചിരുന്ന്. അന്ന് എൻ്റെ മോള് കരഞ്ഞപ്പോ മമ്മിക്ക് കരച്ചിൽ വന്നോ? അന്ന് ഞാൻ വഴക്ക് പറഞ്ഞപ്പോ നീ ഭക്ഷണം കഴിക്കാതെ കിടന്നപ്പോ അമ്മയും കഴിച്ചില്ലടാ. അമ്മയും വിശന്നോ നിന്റെ കൂടെ? അമ്മ ഇതാ നിന്നോട് മാപ്പ് ചോദിക്കുക. സോറി ഇട്ട പൊന്നോ, സോറി ഇട്ട കൂട്ട. നീയും മമ്മീനെ വേദനിപ്പിച്ചില്ലേ? മാപ്പ് ചോദിച്ച്. നിന്നെ പാലൂട്ടി വളർത്തിയില്ലേ? മാപ്പ് ചോദിക്കും അമ്മയോട്. അമ്മേനെ കെട്ടിപ്പിടിച്ച് മാപ്പ് ചോദിക്ക്. സ്നേഹിച്ചു പാലൂട്ടി വളർത്തി പെറ്റമ്മയെ ഞാൻ ദ്രോഹിച്ചു പോയി. സ്നേഹിച്ചു പാലൂട്ടി വളർത്തി പെറ്റമ്മയെ ഞാൻ ദ്രോഹിച്ചു പോയി. മാപ്പു ചോദിക്കുവാൻ യോഗ്യതയില്ലേ? ക്ഷമിച്ചു എന്നൊരു വാക്കു നീ ചൊല്ലുകയും പറയും അമ്മയെ ക്ഷമിച്ചു എന്ന് പറയാ.
മാപ്പു ചോദിക്കുവാൻ അമ്മ യോഗ്യതയില്ലേ പറയും അമ്മയാ. ക്ഷമിച്ചു എന്നൊരു വാക്കു ചൊല്ലുവിൻ. ഒരിക്കൽ കൂടെ പറഞ്ഞ ക്ഷമിച്ചു എന്നൊരു വാക്ക് പറയും അമ്മ. അമ്മേ ക്ഷമിക്കണമേ. അമ്മക്ക് അറിയല്ല എന്നോട് പൊറുക്കണമേ. അമ്മയ്ക്ക് അറിയല്ല അമ്മയാ. അമ്മേ ക്ഷമിക്കണമേ. സോറി മമ്മ. നിങ്ങൾ പരസ്പരം തലയിൽ കൈവച്ച് കണ്ണടച്ച് നിന്റെ അമ്മ നിന്നെ അനുഗ്രഹിക്കുന്നതായിട്ട് കണ്ട് അമ്മയുടെ അനുഗ്രഹമാണ് ഏറ്റവും വലുത്. നിന്റെ മമ്മി ശാപവാക്കൊക്കെ പിൻവലിച്ചു, അതൊക്കെ വെറുതെ പറഞ്ഞതാ. നിന്റെ പപ്പ നിന്നെ അനുഗ്രഹിക്കാൻ കരുത്ത് തരണ ഈശോയെ. നിന്റെ അപ്പനും അമ്മയും നിന്നെ അനുഗ്രഹിക്കട്ടെ പൊന്നോ. നീ വിഷമിക്കൊന്നും വേണ്ട, നീ സങ്കടപ്പെടണ്ട. നിന്നെ ഇഷ്ടമാണ് അവർക്ക്, നിന്നെ ജീവനടി. നന്ദി പറയട്ടെ ഈശോയ്ക്ക്. വലതു കൈകളിലൂടെ ശിരസിൽ വച്ചെന്നെ നന്നായി പറയട്ടെ. അനുഗ്രഹിക്കണമേ യേശുനാഥ. ഒപ്പം ഈശോയും നിന്നെ അനുഗ്രഹിക്കണ കൂട്ട. വലതു കൈകളിലൂടെ ശിരസിൽ വച്ചെന്നെ നന്നായി പറയട്ടെ പൊന്നോ. അനുഗ്രഹിക്കണമേ സാമമോഷം കിട്ടായിപ്പോ. യേശുനാഥ. എന്റെ മക്കള് നല്ലവരാട്ടോ. എൻ പാപമെല്ലാം പൊറുക്കണമേ. എന്നോട് നീ ക്ഷമിക്കണമേ. യേശു, യേശു. എൻ പാപമെല്ലാം പൊറുക്കണമേ. എന്നോട് നീ നെറ്റിയിലൊരു കുരിശ് വരച്ച് ഇരുന്ന് നിങ്ങൾ ഇരിക്കാം. ഇങ്ങോട്ട് തിരിഞ്ഞിരുന്ന് റിലാക്സ് ചെയ്തിരിക്കാം. ശാന്തമാവാം. കണ്ണടച്ച് ഉറക്കം വരികയാണെങ്കിൽ ഉറങ്ങിക്കോട്ടെ. കീപ് ക്വയറ്റ്. ശാന്തമാവാം. കാലൊക്കെ ശരിക്ക് വെച്ച് ഇഷ്ടമുള്ളവണ്ണം വെച്ച് റിലാക്സ് ചെയ്യാം. കണ്ണടയ്ക്കാം. ഈശോ നിങ്ങളെ തൊട്ടുകൊണ്ടിരിക്കുക. ഈശോ പറയാ, ഭയപ്പെടേണ്ട മകനെ മകളെ, ഞാൻ നിന്റെ ദൈവമല്ലേ, കരയരുത്. ഇനി എൻ കൺമണിയെ, ഞാൻ നിന്റെ കൂടെയില്ലേ, ഞാൻ നിന്നെ സ്നേഹിക്കുന്ന ദൈവം. റിലാക്സ് ചെയ്തിരുന്ന് ഉറങ്ങുകയാണെങ്കിൽ ഉറങ്ങിക്കോ. കമോൺ. ഉറക്കം വരികയാണെങ്കിൽ ഉറങ്ങിക്കോ. ഒരു പരിപൂർണ സൗഖ്യം തരാം, ഒരു ഇന്നർ ഹീലിംഗ്. ശാന്തമായിട്ടിരുന്ന കണ്ണടച്ച് ഈശോയുടെ സ്വരം കേട്ടോ, ഈശോയുടെ സ്നേഹം. ഭയപ്പെടേണ്ട മകളേ യേശു നിന്റെ ദൈവമല്ലേ. പറയരുത് എൻ കൺമണിയെ യേശു കൂടെ എല്ലാ പേടി മാറുന്നു കേട്ടോ. ഭയപ്പെടേണ്ട നീ. മകനേ യേശുവിന്റെ കൂടെ കരയരുതേ ഇനിയും കൺമണിയേ യേശുവിന്റെ കൂടെ. കണ്ണടച്ചിരുന്ന് പരിപൂർണ നിശബ്ദത. കണ്ണടച്ചിരിക്കാം. ഏത് കാര്യം നിങ്ങൾക്ക് പേടിയുള്ള, ഏത് ഇഴജന്തുക്കളെ പേടിയുള്ള? ആനേനെ പേടി, ഒരിക്കൽ പശു കുത്താൻ വന്നു, ഒരിക്കൽ പട്ടി കടിക്കാൻ ഓടിച്ചു, അന്ന് ഭയപ്പെട്ടു. ആ സംഭവമൊക്കെ ഓർത്ത് ഏത് ജീവിനെ നിങ്ങൾക്ക് പേടിയുള്ള? ഈശോ തൊട്ടടുത്തുണ്ട്, ഒന്നും ചെയ്യില്ല. പാമ്പിനെയാണോ പേടി? നിന്റെ തൊട്ടടുത്ത് ആ ഇഴജന്തു, ആ മൃഗം നിൽക്കുന്നത് മനസ്സിൽ കാണാം. പേടിക്കണ്ട, കർത്താവുണ്ട് കൂടെ. ഇരുട്ട് പേടിയാണോ?
നീ ഒരു കൂരിരുട്ടിലേക്ക് നീ പോകട്ടെ. ഈശോ നിന്റെ കൈ പിടിച്ചിട്ടുണ്ട്. ധ്യാനിക്കട്ടെ. റെയിൽവേ ട്രാക്കിൽ ഒരിക്കൽ ഒരു ദുർമരണം കണ്ടു ഞാൻ. അന്ന് തൊട്ടെനിക്ക് വലിയ ഭയ. സാരമില്ല, റെയിൽവേ ട്രാക്കിലൂടെ പോകാൻ വലിയ പേടിയാണ്. നീ പോയിക്കോ, ഈശോയുടെ കൈ പിടിച്ച്. ഒന്നും പറ്റില്ല നിനക്ക്. ഏത് കാര്യമാണോ പേടി, ആ സംഗതി ഓർക്കാം. പരീക്ഷ വരുമ്പോൾ ക്വസ്റ്റ്യൻ പേപ്പർ കയ്യിൽ കിട്ടുമ്പോൾ എല്ലാം മറക്കുക. ആരോ വേദനിക്കുന്നു, പിന്നീട് ഓർമ്മ വരും എക്സാം കഴിയുമ്പോൾ. ആ ദുർപീഠം മാറട്ടെ ഈശോയെ. നിന്റെ മക്കൾക്ക് ജ്ഞാനം പകർന്നു കൊടുക്കുക. അച്ഛനാവാൻ ആരോ ആഗ്രഹിക്കുന്നുണ്ട് ഇവിടെ. നീ അത് ആരോടും പറയണ്ട, ഉള്ളിൽ വെച്ച് സൂക്ഷിക്കുക. നിന്റെ പഠിപ്പ് ആ വൈദികൻ്റെ പ്രവേശനത്തിനുള്ള പഠിപ്പാവുമ്പോൾ നീ നിന്റെ മാതാപിതാക്കളോട് പറയാം. ഇപ്പം കർത്താവിനോട് പറഞ്ഞ് തീരുമാനം എടുക്കാൻ. നീ മറ്റാരോടും അത് പറയണ്ട. ഒരു കന്യാസ്ത്രീയാവാൻ നിനക്ക് ഇഷ്ടമുണ്ടെങ്കിൽ നീ ഉള്ളിൽ സൂക്ഷിക്കാതെ ചിന്ത. സമയത്തിൻ്റെ തികവിൽ നീ അത് വെളിപ്പെടുത്തുക. മക്കളെ, വിളവ് അധികമാണ്, വേലക്കാരില്ല. സമാഗമം മാറുന്നുണ്ട് ആരുടെയോ. സമൂഹത്തിൻ്റെ മുമ്പിൽ നിന്ന് ബൈബിൾ വായിക്കാനും അതുപോലെ തന്നെ ആൻസർ പറയാനൊക്കെ ഈശോ ഇതാ വലിയ ശക്തി കൊടുക്കുന്നുണ്ട്. നിങ്ങൾ പ്രാർത്ഥിച്ചോ. കരുണയുള്ള ഈശോ, പാവ ഈശോ, ദൈവമേ, എന്റെ യേശുവേ, കരുണയോടെ ചേർത്തു പിടിക്കാൻ ക്രൂശിതനെ ഞാൻ കണ്ടു. കരഞ്ഞു തളർന്നു ഞാൻ മിഴികളുയർത്തി, അവനെന്നെ ചേർത്തണച്ചു. കരഞ്ഞു തളർന്നു ഞാൻ മിഴികളുയർത്തി, അവനെന്നെ ചേർത്തണച്ചു. ലൈസൻസ് ഇല്ലാതെ ആരോ ബൈക്ക് ഓടിക്കുന്നുണ്ട്. ഇതില് ഈശോ വിലക്കാട്ടോ. ലൈസൻസ് കിട്ടിയിട്ട് മതി നിന്റെ ബൈക്ക് ഓടിക്കല്. ലൈസൻസ് ഇല്ലാതെ ആരോ ബൈക്ക് ഓടിക്കുന്നുണ്ട്, അത് വിലക്ക ഈശോ. നീ നിയമപരമായിട്ട് മുന്നോട്ട് പോകണം. ലൈസൻസ് കിട്ടിയിട്ട് മതി നീ ബൈക്ക് ഓടിച്ചു പോകാനായിട്ട്. ഈശോ ആരോടോ വിലക്കുന്നുണ്ട് കേട്ടോ. അതുപോലെ പ്രായത്തിനേക്കാൾ അധികമായി പ്രായമുള്ളവരുമായിട്ട് കൂട്ടുകെട്ടുണ്ടായിരിക്കും ഇവിടെ, ആൺകുട്ടിയും പെൺകുട്ടിയൊക്കെ. നിങ്ങളുടെ പ്രായം അനുസരിച്ചുള്ള കൂട്ടുകെട്ട് വേണം. അതും വിശുദ്ധിയുടെ സ്വഭാവമുള്ളവരുമായിട്ട് കൂട്ടുകൂടണം. നിങ്ങൾ പ്രായത്തേക്കാൾ കവിഞ്ഞ ചേട്ടന്മാരുടെ കൂടെ ഇരിക്കുന്ന ചില ആൺപിള്ളേർ ഇവിടെ ഇരിപ്പുണ്ട്. അത് സ്റ്റോപ്പ് ചെയ്യാൻ ഈശോ പറയുന്നുണ്ട്. അതുപോലെ പെൺകുട്ടികളും നിങ്ങളുടെ പ്രായത്തിൽ നിങ്ങളുടെ സ്വഭാവത്തിൽ ഇണങ്ങുന്ന കുഞ്ഞുങ്ങളായിട്ട് മാത്രമേ കൂട്ടുകൂടാൻ പാടൂ. അതുപോലെ ചില ചാറ്റിങ്ങും അസ്വസ്ഥയൊക്കെ ഇപ്പം മാറ്റാമെന്ന് തീരുമാനിക്കുന്നുണ്ട് ചിലർ. അവരുടെ ആ മുട്ടിൻ്റെ വേദന ഈശോ സൗഖ്യം കൊടുത്ത് അനുഗ്രഹിക്കുന്നുണ്ട്. നിങ്ങളൊന്ന് റിലാക്സ് ആയിട്ട് ഇരിക്കാം, ഫ്രീ ആയിട്ടിരുന്ന് കണ്ണടച്ച് കൈയൊക്കെ മടിയിൽ തുറന്ന് വയ്ക്കാം, കാല് മടക്കി ചമ്മണം പടിഞ്ഞിരിക്കാം, കൈ മടിയിൽ തുറന്ന് വെച്ച് റിലാക്സ് ചെയ്യാം. ഒരു മിനിറ്റ് നമ്മൾ പരിപൂർണ്ണ നിശബ്ദയിലേക്ക് പോവാം. ഈശോയുടെ മുമ്പിലിരിക്കുക. ഈശോയുടെ ദർശനം കിട്ടും ഇപ്പം മക്കൾക്ക്. ഈശോയെ, നീ എന്നെ തൊടണം, എനിക്ക് നിന്നെ ശരിക്ക് കാണണം. അപ്പത്തിൻ്റെ രൂപത്തിൽ നീ എൻ്റെ മുന്നിലുണ്ട്, എനിക്കറിയാം. പക്ഷെ എനിക്ക് നിന്നെ ശരിക്ക് കാണണം. കർത്താവിൻ്റെ മടിയിൽ കയറിയിരിക്കട്ടെ. എൻ്റെ പപ്പയാ ഈശോ. ആ മടിയിൽ ആ നെഞ്ചോട് ചാരിക്കടന്ന് എൻ്റെ മോള് ചാരിക്കടന്ന് ഉറങ്ങിക്കോ. മടിയിൽ കിടന്ന് പരിപൂർണ നിശബ്ദത. മാതാവിനെ കാണാൻ ആർക്കോ കൃപ കൊടുക്കുന്നുണ്ട് ഈശോ. തണുപ്പ് തീരെ റെസിസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. മഴയും തണുപ്പും തുടങ്ങിയാൽ ഏതു നേരം കോൾഡ്, അസുഖം,
അങ്ങനെയുള്ളൊരു കുഞ്ഞിന് ഈശോ സൗഖ്യം കൊടുക്കുന്നുണ്ട്. ശാന്തമാകാം, ഉറങ്ങിക്കോ ഈശോയുടെ മടിയിൽ. എൻ്റെ പൊന്നടാ നീ, എൻ്റെ പൊന്നു കുഞ്ഞെ നീ. എത്ര പാപം ചെയ്താലും യേശുവിൻ്റെ സ്നേഹം അതെല്ലാം ക്ഷമിക്കും. വന്ന പോലെ അല്ല വീട്ടിലേക്ക് പോവാൻ എൻ്റെ പൊന്നു. എന്ത് നല്ല കുട്ടിയാ നീ, എന്ത് നല്ല മോനടാ നീ. ഈശോയ്ക്ക് നിന്നെ ജീവനടാ. മൃദുവായി നീ തൊടുകി എന്നാത്മം സൗഖ്യം നേടും. ഈ ചെന്നിക്കുത്ത് എന്ന് പറയും, ഈ തലയുടെ വേദന സൗഖ്യം കൊടുക്കുന്നു. വിശ്വാസത്താൽ കാണുന്നിതാ മൃദുവായി നീ തൊടുകി സൗഖ്യം എന്നത്തോട് യേശുവേ അഭയം മുറിവിൽ തൊടുകി മോക്ഷം മൃദുവായി നീ തൊടുകി എന്നാത്മം സൗഖ്യം നേടും. അന്ത്യസമ്മാനമായിട്ട് മാതാവിനെ ഞങ്ങൾക്ക് ഏൽപ്പിച്ച് തന്നില്ല ഈശോയ. ഞങ്ങൾ ഒത്തിരി സ്നേഹിക്കുന്നുണ്ട് മാതാവിനെ. ഞങ്ങൾ കൊന്ത ചൊല്ലിക്കോളാം, ഞങ്ങൾ നന്മ നിറഞ്ഞു പറയുമ്പോൾ ചൊല്ലിക്കോളാം ഒരു വിടം. മാതാവിനോട് നിങ്ങൾ പറഞ്ഞു നന്ദി. എന്ത് പറഞ്ഞാലും എത്ര പറഞ്ഞാലും സ്നേഹിക്കാൻ മാത്രമേ അമ്മയ്ക്കറിയൂ. എന്ത് കുറ്റം പറഞ്ഞാലും ആര് കുറ്റം പറഞ്ഞാലും സ്നേഹിക്കാൻ മാത്രം അറിയുന്ന അമ്മ മാതൃസ്നേഹം തരാം മക്കൾക്ക്. അമ്മയോട് പറഞ്ഞ് അമ്മൻ്റെ വീട്ടിൽ വരുമോ ഈശോയെ കൂട്ടി? യേശുവിനെ കൂട്ടി എൻ്റെ വീട്ടിൽ വരുമോ? ഈശോയുടെ മമ്മി എൻ്റെയും മമ്മിയാ. അവകാശം പറഞ്ഞ നിങ്ങൾ പിശാച് തൊടില്ല മക്കളെ. നിങ്ങൾ എൻ്റെ വീട്ടിൽ വരുമോ മാതാവേ? വരുമ്പോൾ ഈശോയെ കൊണ്ടുവരണം. എൻ്റെ പപ്പയുടെ മദ്യപാനം മാറ്റണം കേട്ടോ. എൻ്റെ പപ്പയുടെ കടബാധ്യത മാറ്റിയോളോ. ഈശോട് മാതാവ് എന്ത് ചോദിച്ചാലും തരും. എൻ്റെ കുടുംബത്തിന് വേണ്ടി ചോദിക്കണേ. അമ്മയ്ക്കറിയാമെല്ലാം. എൻ്റെ മമ്മി അത് അമ്മ മാതാവിന്റെ കുഞ്ഞാ. എന്റെ മക്കളുടെ മമ്മിയാ. സിയോന്റെ മാതാവിനോട് പ്രാർത്ഥിച്ചോ, എന്ത് വേണമെങ്കിൽ ചോദിച്ചോ. എൻ്റെ മോൻ്റെ അംബിഷൻ എന്താ ആവണ്ട നിനക്ക് പറഞ്ഞോ ഇപ്പോ. മാതാവ് വാങ്ങിത്തരും ഈശോയിൽ നിന്ന്. ഈശോ അവനായി ഈശോ അവനായി പ്രൈസ് ദി ലോർഡ്. പ്രിയ മക്കളെ,
കാര്യം അറിയിക്കുക. ഇപ്പം തൃശ്ശൂർ രൂപതയിൽ പ്രീച്ചേഴ്സ് മിനിസ്ട്രിയുടെ കോർഡിനേറ്ററാണ് ഞാൻ. അതുകൊണ്ട് അറിവ് വെച്ച് പറയാം, ഏതാണ്ട് പ്രീച്ചേഴ്സും കൗൺസിലേഴ്സും ഒക്കെ എൻ്റെ അത്ര പ്രായമുള്ളവരും എന്നേക്കാൾ പ്രായമുള്ളവരൊക്കെ ചെറുപ്പക്കാരില്ലേ ഇപ്പോൾ. മക്കളെ, ഞാൻ നിങ്ങളോട് കൈകൂപ്പി പറയാം, നിങ്ങളുടെ ജീവിതം ഈശോയ്ക്ക് സമർപ്പിക്കണം കേട്ടോ. ആ ജീസസ് യൂത്തിലിരിക്കുന്ന ഈ പൊന്നു മക്കൾ കാരണം ഇപ്പം നിങ്ങളിവിടെ വരുന്ന ഈ ആരാധിച്ചതും നിങ്ങളൊരുമിച്ച് കൂട്ടിയതൊക്കെ ആ ജിജോ ബദറും മറ്റുള്ളവരൊക്കെ, എനിക്ക് പേരറിയില്ല, എല്ലാവരും ഈശോയ്ക്ക് വേണ്ടി ജോലി ചെയ്യുന്ന ജീസസ് യൂത്ത്. മക്കളൊന്ന് വലതുകർ ഉയർത്തിക്ക്. അവരുടെ കുടുംബങ്ങളെ അനുഗ്രഹിക്കാൻ വേണ്ടി നിങ്ങൾ പ്രാർത്ഥിച്ച് ആ ജീസസ് യൂത്തിലെ എല്ലാ പൊന്നുമക്കളും ലീഡേഴ്സിൻ്റെ ഒക്കെ കുടുംബങ്ങൾ, പ്രേക്ഷിതരുടെ കുടുംബങ്ങൾ അനുഗ്രഹം പ്രാപിക്കട്ടെ. ഈശോട് പറയും അവരനുഗ്രഹം പ്രാപിക്കട്ടെ. അവരിലും ജോലിയില്ലാത്തവരുണ്ട്, അവരുടെ വീട്ടിലും കഷ്ടപ്പാടുള്ളവരുണ്ട്, അവരും സാമ്പത്തിക ബുദ്ധിമുട്ടും ദുഃഖങ്ങളൊക്കെ ഉണ്ട്. കുഞ്ഞുങ്ങളെ നിങ്ങൾ പ്രാർത്ഥിച്ചോ, കർത്താവ് കേൾക്കും അത്. അതുപോലെ ഇത് പ്രാർത്ഥിക്ക്, എന്നെയും ഒരു ജീസസ് യൂത്ത് ആക്കണേ, ഞാനും ഇതുപോലെ ഈശോയ്ക്ക് വേണ്ടി ശുശ്രൂഷ ചെയ്യും, വിശുദ്ധിയിൽ സേവനം ചെയ്യും. പ്രാർത്ഥിക്കട്ടെ. കർത്താവെ, വൈദികരെ അനുഗ്രഹിക്കണമേ, നമ്മുടെ ഈ അച്ഛനെ അനുഗ്രഹിക്കട്ടെ. അതുപോലെ ഇവിടെയുള്ള അടുക്കള മുതൽ അൾത്താര വരെ ആരൊക്കെ ശുശ്രൂഷ ചെയ്തോ അവർക്കൊക്കെ പ്രതിഫലം ലഭിക്കട്ടെ. യേശുവേ 100 മടങ്ങ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, ആശീർവാദം സ്വീകരിക്കാം, മുട്ടുകുത്തി നിൽക്കാം. രാത്രി ആരും നിശബ്ദമായിട്ടിരിക്കണേ. കർത്താവ് നമുക്ക് സൗഖ്യം തന്നുകൊണ്ടിരിക്കാം. ശാന്തമായിട്ടൊരു മിനിറ്റ് കണ്ണടച്ച് നമുക്ക് പറഞ്ഞ് ഈശോയ്ക്ക്
യേശുവേ